മതസംഘടനകളുടെ എതിർപ്പ് തള്ളി സ്കൂൾ സൂംബ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട്. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായ സൂംബയ്ക്കെതിരായ എതിർപ്പ് ലഹരിയേക്കാൾ വലിയ വിഷമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് നൃത്തത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നത് ആധുനിക കാലത്തിന് യോജിച്ചതല്ലെന്ന് MA ബേബി പ്രതികരിച്ചു. ആൺപെൺ ഇടകലറിനെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചുമുള്ള ആശങ്കയുയർത്തി സമസ്ത APEK വിഭാഗങ്ങളും മുജാഹിദ് സംഘടനകളുമാണ് സൂംബ നൃത്ത പദ്ധതിക്കെതിരെ രംഗത്ത് വന്നത്. സംഘടനകളുടെ നിലപാട് തള്ളിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നൃത്ത പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കി. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ട നിലപാടുമായി മുന്നോട്ട് പോകുന്നതാണ്. സൂംബ പദ്ധതിയിൽ എതിർപ്പറിയിച്ച സംഘടനകൾക്കെതിരെ രൂക്ഷ വിമർശനവും മന്ത്രി ഉയർത്തി. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. മതസംഘടനകളുടെ നിലപാട് വിദണ്ഡവാദമാണെന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സൂംബ കായിക പരിശീലനം പോലുള്ള പരിപാടികൾ തെറ്റാണ്, പാടില്ല എന്നെല്ലാം ഉള്ളത് വലിയ വിദണ്ഡവാദമാണ്. മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത്. മതം വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണം. അതേസമയം സാംസ്കാരികമായി അംഗീകരിക്കാൻ കഴിയാത്തതാണ് പദ്ധതിയെന്ന് സമസ്ത നേതാക്കൾ പ്രതികരിച്ചു. ഒരു മ്യൂസിക് ഇട്ടിട്ടുള്ള ഒരു ഡാൻസ് കൊണ്ട് ഫലങ്ങൾ ഉണ്ടാവില്ല, വെറുതെ ഒരു പരിപാടി എന്നേ ഉണ്ടാവുള്ളൂ. സാംസ്കാരികമായി അതിനോടെല്ലാവരും യോജിച്ചോളൊന്നുമില്ലല്ലോ. അപ്പൊ ഒരു ഉപകാരമില്ലാത്ത കുട്ടികളും അധ്യാപകന്മാരും തമ്മിലുണ്ടാകുന്ന ബഹുമാനങ്ങളൊക്കെ കുറഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒന്നാണ്. ലഹരിക്കെതിരായ പ്രചരണത്തിന്റെ ഭാഗമായാണ് സ്കൂളുകളിൽ സൂംബ നൃത്തം പരിശീലിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത്. മീഡിയ 1 കോഴിക്കോട്.